അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ ഉത്ഭവമായ പ്രളയം കാരണം സംസ്ഥാനമെങ്ങും ശക്തമായ ഇടിയോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര അധികാരികൾ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുവാൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നു. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. കേരളത്തിലേക്ക് നേവി, ആർമി മറ്റും കേരള പോലീസിന്റെ സഹായത്തോടെ സന്നദ്ധ സജ്ജീകരണങ്ങളുമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച മേഘന കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ വിനീത്, പുനീത്, അദ്വൈത് എന്നീ 3 പേർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ടുള്ള വാർത്ത ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. രഞ്ജൻ, ഭാസ്കർ സർ, സിറ്റിയിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റും അലേർട്ട് ചെയ്യുക. എല്ലാ വെഹിക്കിൾസും തറവായിട്ട് ചെക്ക് ചെയ്യുക. Check all public places, shopping malls, theaters, bus stands, railway stations, airports, hospitals, including ambulance. No exceptions. Am I clear? Yes, sir. Good. Disperse. പ്രതികളായ വിനീത്, പുനീത്, അദ്വൈത് എന്നിവരെ കുറിച്ച് ജയിൽ സൂപ്രണ്ടന്റ് മാധവ് നായർ നമ്മോട് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ ACP ഓഫീസിൽ പ്രസ് മീറ്റ് തുടങ്ങാൻ പോവുകയാണ്. ഈ പ്രസ് മീറ്റിൽ ആ രക്ഷപ്പെട്ട കുറ്റവാളികളെ കുറിച്ച് ACP നരസിംഹം എന്ത് വിവരങ്ങളാണ് നൽകാൻ പോകുന്നതെന്നറിയാൻ മീഡിയക്കാരൊട്ടാകെ കാത്തിരിക്കുകയാണ്. Good evening, everybody. Good evening, sir. സർ, ആ തടവുകാർക്ക് അത്ര എളുപ്പത്തിൽ എങ്ങനെ ജയിൽ ചാടാൻ കഴിഞ്ഞു? ഇത്ര ക്രൂരമായ തടവുകാർ രക്ഷപ്പെട്ട് പബ്ലിക്കിലെത്തിയാൽ ജനങ്ങളുടെ സെക്യൂരിറ്റി എന്താവും സാർ? ഇത്ര പോലീസ് ഉണ്ടായിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സർ, ഇത് നിങ്ങളുടെ തോൽവിയാണ്. പോലീസിന്റെ തോൽവി എന്ന് വിചാരിക്കാമോ? നിങ്ങളുടെ ചോദ്യങ്ങൾ തീർന്നോ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? രക്ഷപ്പെട്ട തടവുകാരെ ഇതുവരെ പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തോൽവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? പെട്ടെന്നൊരു പ്രളയം വരെയാണെങ്കിൽ അത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അശ്രദ്ധയാണോ? അവസരം കിട്ടിയെന്ന് കരുതി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നെക്സ്റ്റ്. സർ, അവർ രക്ഷപ്പെട്ടിട്ട് ഇതിനോടകം 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി എപ്പോഴാണ് അവരെ കണ്ടെത്തുക? രക്ഷപ്പെട്ട കുറ്റവാളികൾ പിക് പോക്കറ്റേഴ്സ് അല്ല. ഒരു പെൺകുട്ടിയെ ദാരുണമായി മാനഭംഗപ്പെടുത്തി കൊന്ന് നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ്. അന്ന് ഞാനാണ് അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയും. നിങ്ങളുടെ ഈ ന്യൂസ് അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ ബുള്ളറ്റ് അവരെ അറ്റാക്ക് ചെയ്തിരിക്കും. നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ല. എത്രയും വേഗം ഇവിടുന്ന് പോണം.
മിണ്ടിപ്പോരുത്, മിണ്ടരുത്. കൊല ചെയ്തിട്ട് ജയിലിൽ ചാടി വന്ന കുറ്റവാളികളെ ഞങ്ങൾ കൊന്നുകളെ നിന്ന് പുറത്ത് പോലീസ് ഞങ്ങളെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഒരൊറ്റ മണിക്കൂർ മാത്രം. അതിനിടയിൽ നീ ബഹളം വെച്ചിട്ടുണ്ടല്ലോ, കൊന്നുകളെ നിന്നെ. എന്റെ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുക. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. എടീ, വന്നത് പോലീസ് ആണെങ്കിലും അല്ലെങ്കിലും ശരി, ഞങ്ങളിവിടെ ഉള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞാണ്ടല്ലോ. ചെല്ലേ. ആ പടാ. മുകളിലേക്ക് പോവാം.